മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത പേരാണ് ജയൻ. 1939 ജൂലൈ 25 കൊല്ലം ജില്ലയിൽ മാധവൻ പിള്ളയുടെയും ഭാരതിയമ്മയുടെയും മകനായിട്ടാണ് ജയൻ എന്ന എം കൃഷ്ണൻ നായർ ജനിച്ചത്. വീടിനടുത്തുള്ള മലയാളി മന്ദിരം സ്കൂളിലാണ് ജയൻ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നീട് ഒരു സർക്കാർ ബോയ്സ് സ്കൂളിൽ പഠിച്ചു. പഠനത്തിലും കലയിലും കായിക രംഗത്തും കഴിവുണ്ടായിരുന്നതിന് പുറമെ പാട്ടിലും ഏറെ തൽപരനായിരുന്നു ജയൻ. സ്കൂളിലെ NCCയിൽ മികച്ച കേഡറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് വഴി ജയന് ഇന്ത്യൻ നാവികസേനയിൽ നേരിട്ട് നിയമനം ലഭിച്ചു. 15 വർഷം അദ്ദേഹം നാവികസേനയിൽ സേവനമനുഷ്ഠിച്ചു. സേനയിൽ നിന്ന് രാജിവെക്കുമ്പോൾ മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസറായിരുന്നു ജയൻ. പ്രമുഖ മലയാളി നടി ജയഭാരതിയുടെ കസിൻ കൂടിയായ ജയൻ ശാപമോക്ഷം എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത്. അപ്പോഴേക്കും അദ്ദേഹം ജയൻ എന്ന പേര് സ്വീകരിച്ചിരുന്നു. തനതായ ശൈലിയും ശരീര സൗന്ദര്യവും കാരണം ജയൻ വളരെ പെട്ടെന്ന് തന്നെ ജനശ്രദ്ധ പിടിച്ചുപറ്റി. പഞ്ചമി എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനം പരക്കെ ശ്രദ്ധിക്കപ്പെട്ടതോടെ ജയൻ മലയാള സിനിമയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു. ഓർമ്മകൾ മരിക്കുമോ, മദനോത്സവം, അടിമക്കച്ചവടം, തച്ചോളി അമ്പു മുതൽ ജയിക്കാനായി ജനിച്ചവൻ, മുക്കുവനെ സ്നേഹിച്ച ഭൂതം, കടത്തനാട്ടുമാക്കം, ലിസ തുടങ്ങിയ സിനിമകൾ ജയനെ പ്രശസ്തനാക്കി മാറ്റി. ജയന്റെ ശബ്ദം, ഡയലോഗ് ഡെലിവറി, ശരീരഭാഷ എന്നിവയെല്ലാം പ്രേക്ഷകരെ ആകർഷിച്ചു. ജയന്റെ ആക്ഷൻ രംഗങ്ങളിലെ കൃത്യതയും മെയ്വഴക്കവും വലിയ രീതിയിൽ ശ്രദ്ധ നേടി. താമസിയാതെ അത്തരം സിനിമകൾ ജയനു വേണ്ടി മാത്രം നിർമ്മിക്കപ്പെടാൻ തുടങ്ങി. ഡ്യൂപ്പുകളുടെ സഹായമില്ലാതെ ധീരമായ സ്റ്റണ്ട് സീനുകളിൽ ജയൻ തിളങ്ങി. ജയനെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തിയത് സംവിധായകൻ ഹരിഹരന്റെ ശരപഞ്ചരം എന്ന ചിത്രത്തിലെ പ്രതിനായക വേഷമായിരുന്നു. ചിത്രത്തിൽ ജയൻ കുതിരയ്ക്ക് എണ്ണയിടുന്ന രംഗം തലമുറകൾ ഇന്നും ഓർത്തിരിക്കുന്ന ഐക്കോണിക് സീനായി മാറി. ശരപഞ്ചരം ജയനെ പുതിയ സൂപ്പർ സ്റ്റാറാക്കി മാറ്റി. ഒപ്പം മലയാള സിനിമയിലെ ആദ്യത്തെ മുഴുനീള ആക്ഷൻ ഹീറോ എന്ന പദവിയിലേക്കും ഉയർത്തി. തുടർന്ന് ജയന്റെ പ്രശസ്തി പരമാവധി ഉപയോഗപ്പെടുത്തി നിരവധി സിനിമകൾ റിലീസായി. ജയൻ, സുകുമാരൻ, സോമൻ, സൂപ്പർ സ്റ്റാർ ത്രയത്തിന്റെ പിറവിയും ഈ കാലഘട്ടത്തിലാണ്. മോചനം, സർപ്പം, അവനോ അതോ അവളോ, ആവേശം മുതൽ അങ്കക്കുറി, തീനാളങ്ങൾ, കഴുകൻ, കരിപുരണ്ട ജീവിതങ്ങൾ എന്നിങ്ങനെയുള്ള ചിത്രങ്ങളെല്ലാം മികച്ച പ്രതികരണം നേടി. 1980 ജയന്റെ ജീവിതത്തിലെ സുപ്രധാന വർഷമായിരുന്നു. കാരണം ഈ വർഷമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമകളും പ്രകടനങ്ങളും പുറത്തിറങ്ങിയത്. അങ്ങാടി, കരിമ്പന, മീൻ, ലവ് ഇൻ സിംഗപ്പൂർ, ബെൻസ് വാസു, മൂർഖൻ, മനുഷ്യമൃഗം എന്നിവയെല്ലാം ആ വർഷം പിറന്നതാണ്. അതേ വർഷം തന്നെയാണ് കോളിളക്കത്തിന്റെ സെറ്റിൽ നടന്ന അപകടത്തിൽപ്പെട്ട ജയൻ വിടവാങ്ങിയത്. അപകടകരമായ സാഹസിക രംഗങ്ങൾ ഡ്യൂപ്പില്ലാതെ ചെയ്യുന്നതിനുള്ള ധൈര്യത്തിന്റെയും ചങ്കൂറ്റത്തിന്റെയും പേരിലും പ്രശസ്തനായിരുന്നു ജയൻ. ആക്ഷൻ രംഗങ്ങൾ പൂർണ്ണതയോടെ ചെയ്യണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് അകാല മരണത്തിനും കാരണമായത്. 1980 നവംബർ 16 സംവിധായകൻ PN സുന്ദരത്തിന്റെ മൾട്ടിസ്റ്റാർ ചിത്രമായ കോളിളക്കത്തിന്റെ ക്ലൈമാക്സ് സംഘടന രംഗം മദ്രാസിനടുത്ത് ഷോലാവാരത്ത് നടക്കുകയായിരുന്നു. ഒരു രംഗത്തിൽ ജയൻ സഹനടൻ സുകുമാരന്റെ മോട്ടോർ സൈക്കിളിന്റെ പിന്നിലെ സീറ്റിൽ കയറി അതിൽ നിന്ന് എഴുന്നേറ്റ് വില്ലൻ രക്ഷപ്പെടുന്ന ഹെലികോപ്റ്ററിന്റെ ലാൻഡിംഗ് സ്കിഡിൽ തൂങ്ങിക്കിടന്ന് വില്ലനുമായി പോരാടുന്നതായിരുന്നു രംഗം. ആദ്യ ടേക്ക് നന്നായി പൂർത്തിയാവുകയും സംവിധായകന് തൃപ്തിയാവുകയും ചെയ്തു. എന്നിരുന്നാലും സ്റ്റണ്ട് രംഗങ്ങളിൽ പൂർണ്ണതയ്ക്ക് വേണ്ടി വാശി പിടിക്കുന്ന ജയൻ റീടേക്ക് ആവശ്യപ്പെട്ടു. രണ്ടാമത്തെ ടേക്കിനിടെ ഹെലികോപ്റ്ററിന് നിയന്ത്രണം നഷ്ടപ്പെട്ട് അത് തകർന്നു വീണു. പൈലറ്റ് ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തേക്ക് ചാടി. ബാലൻ K നായർ തെറിച്ചു വീണു. ഇരുവർക്കും പരിക്കേറ്റു. നിർഭാഗ്യവശാൽ താഴെ വീണ ജയന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അന്ന് വൈകുന്നേരത്തോടെ ജയൻ മരണപ്പെട്ടു. കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ജയന്റെ മരണം. വലിയ ആരാധക വൃന്ദമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ജയന് വേണ്ടി പ്ലാൻ ചെയ്ത പല ചിത്രങ്ങളും മറ്റു നടന്മാരെ വെച്ച് പൂർത്തിയാക്കേണ്ടി വന്നു. കോളിളക്കം ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ ഏതാനും സിനിമകൾ മരണാനന്തരം റിലീസായി. ജയന്റെ ജനപ്രീതി അവിടെയും അവസാനിച്ചില്ല. ടെലിവിഷന്റെയും മിമിക്രി ട്രൂപ്പുകളുടെയും വരവോടെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ, പ്രത്യേകിച്ച് ഡയലോഗുകൾ പറയുന്ന തനതായ ശൈലി മറ്റൊരു രീതിയിൽ ആഘോഷിക്കപ്പെട്ടു. വെറും 6 വർഷം മാത്രമാണ് ജയൻ അഭിനയ രംഗത്തുണ്ടായിരുന്നത്. അക്കാലയളവിൽ ഏകദേശം 116 സിനിമകളിൽ ജയൻ അഭിനയിച്ചു.